Hello everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളത് ഫോറിയർ ഇൻ്റഗ്രൽ ആയിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഫോറിയർ ഇൻ്റഗ്രലും പിന്നീട് വരുന്ന ഹാഫ് ഫോറിയർ ട്രാൻസ്ഫോമുമാണ്. ഫോറിയർ ഇൻ്റഗ്രൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ കോഎഫിഷ്യൻസ് കാണുന്ന മെത്തേഡ് എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് കണ്ടിരുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ടൈം ഡൊമൈനിൽ തന്നിരിക്കുന്ന ടി എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് എസ് എന്ന് പറയുന്ന വേറൊരു ഡൊമൈൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഇവിടെയും ഫോറിയർ ട്രാൻസ്ഫോമിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഒമേഗ എന്ന് പറയുന്ന വേറെ ഒരു വേരിയബിളിൻ്റെ ടേമിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഡിഫൈൻഡ് ഇൻ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, ദെൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, അങ്ങനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/√2π integral minus infinity to infinity f of x into e raised to minus I omega x dx. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല. അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 1/√2π. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒമേഗ എന്ന് പറയുന്ന ഒരു വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. എക്സിന് നമ്മൾ അതിൻ്റെ ലിമിറ്റുകളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേരിയബിൾ ആയിട്ട് ഉണ്ടാവുക ഒമേഗയാണ്. സോ we will get a function in omega and we can represent it by f cap of omega. അപ്പോൾ ഈ ഒരു ഫോറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ നൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ. അപ്പോൾ ഈ 1/√2π ഒക്കെ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഫോറിയർ ഇൻ്റഗ്രലിൽ നിന്നാണ്. ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫോർമുലയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല, നിങ്ങൾ ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ് ഫോറിയർ ട്രാൻസ്ഫോം കാണുന്നത് എന്നുള്ള ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ തന്നാൽ അതിൽ നിന്ന് ഒറിജിനൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒമേഗയിലുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ തിരിച്ച് നമുക്ക് എക്സിലുള്ള ഫംഗ്ഷന് തിരിച്ച് കിട്ടാൻ വേണ്ടി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് കാണുന്നത്. അത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ. അത് കാണാനുള്ള ഫോർമുല ഇതാണ് 1/√2π integral minus infinity to infinity f cap of omega into e raised to I omega x d omega. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒമേഗയ്ക്ക് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ പിന്നെ എക്സിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ഫംഗ്ഷനാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലയെ മാറിപ്പോകരുത്. ഒന്ന് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മൈനസ് ഐ ഒമേഗ എക്സ് വെച്ചിട്ട്. ഓക്കെ, അതായത് ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ. പിന്നെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണുമ്പോൾ ഇ റേസ് ടു ഐ ഒമേഗ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം വിത്ത് റെസ്പെക്ട് ടു ഒമേഗയിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് തിരിച്ച് എക്സിലുള്ള ഫംഗ്ഷൻ കിട്ടും ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു ഫോർമുല അറിഞ്ഞിരുന്നാൽ അതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ആ ഫോർമുലയിൽ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് വാല്യൂ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. 1 if mod x less than 1 and 0 otherwise. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷന് നോക്കുക. ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആവുന്നത് ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ -1 to 1 ആണ്. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ -1 തൊട്ട് 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1, ബാക്കി എല്ലായിടത്തും 0. അതർവൈസ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഇസ് 0. ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമുക്ക് കാണേണ്ടത്.
അപ്പോൾ നമുക്ക് ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എഴുതാം. ക്യാപിറ്റൽ F ഓഫ് X അല്ലെങ്കിൽ എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ രണ്ടും സെയിം സാധനം തന്നെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. which is equal to 1 by root 2 pi integral minus infinity to infinity f of x into e raised to minus I omega x dx. ഇതല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഈ ഒരു ഇൻ്റർവെല്ലിൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെയാണ്, -1 to 1 മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിന് പകരം നമുക്ക് -1 to 1 എന്നുള്ള ഇൻ്റർവെൽ കൊടുക്കാം. ഇൻ്റഗ്രൽ -1 to 1, പിന്നെ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ f of x എന്താണ്, 1 ആണ് അല്ലെ. -1 to 1 എന്നുള്ള ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 into e raised to minus I omega x dx. ക്ലിയർ ആണല്ലോ. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് -1 to 1 ആയത് എങ്ങനെയാന്ന്, അതായത് ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ mod x ലെസ് ദാൻ 1 ൽ മാത്രമാണ് ഫംഗ്ഷന് വാല്യൂ ഉള്ളത്. mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞതിനർത്ഥം എക്സിൻ്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിലെന്ന്. അപ്പോൾ ആ -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ വരുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ബാക്കി എല്ലായിടത്തും അതർവൈസ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് -1 to 1 ഫംഗ്ഷൻ്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ e raised to minus I omega x dx. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. e raised to minus I omega x dx-ന് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വാല്യൂ ഈസ് e raised to minus I omega x by minus I omega എന്ന് വരും. ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ് ആ -1 to 1. അപ്പോൾ ആദ്യം ഈ ഒരു -I omega കൂടി കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കുക. അതിനുശേഷം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus I omega into 1 എന്ന് വരും. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് -1 കൊടുക്കുമ്പോൾ -I omega into -1, അപ്പോൾ +I omega എന്ന് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വരുന്നത്. ഇനി ഇവിടെ നമുക്കൊരു ചെറിയ കാൽക്കുലേഷനും കൂടെ നടത്താം. കാരണം e raised to I theta നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതായിരിക്കും. e raised to I theta എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos theta പ്ലസ് I sin theta ആണ് അല്ലേ. ഇപ്പോൾ കോംപ്ലക്സ് വേരിയബിൾസിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്താൽ e raised to I theta is equal to cos theta plus I sin theta. അതുപോലെ e raised to minus I theta എന്നാണെങ്കിൽ which is cos theta minus I sin theta. ഈ രണ്ട് ഫോമുലയും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, കാരണം ഇവിടെ നമുക്ക് I ഒമേഗയും -I ഒമേഗയാണ്, e raised to -I ഒമേഗയും e raised to I ഒമേഗയും ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടിടത്തും ഈ ഒരു ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ e raised to I ഒമേഗ എന്ന് പറയുമ്പോൾ എന്ത് വരും, അപ്പോൾ cos ഒമേഗ പ്ലസ് I sin ഒമേഗ. e raised to -I ഒമേഗ എന്നുള്ളിടത്ത് cos ഒമേഗ മൈനസ് I sin ഒമേഗ. ആ രണ്ട് വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വരിക നോക്കൂ, e raised to I ഒമേഗയുടെ വാല്യൂ e raised to -I ഒമേഗയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിനകത്തുള്ളത് e raised to -I ഒമേഗ ആണ് ആദ്യം. അപ്പോൾ ഈ ഒരു cos ഒമേഗ മൈനസ് I sin ഒമേഗ മൈനസ് ദെൻ e raised to I ഒമേഗയുടെ വാല്യൂ. അപ്പോൾ cos ഒമേഗ ബ്രാക്കറ്റിനകത്ത് മൈനസ് വരും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -I sin ഒമേഗ എന്ന് വരും. cos ഒമേഗ ഗെറ്റ് ക്യാൻസൽ, യു വിൽ ഗെറ്റ് -2I sin ഒമേഗ. അപ്പോൾ ആ ഒരു ബ്രാക്കറ്റിലുള്ള ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, -2I sin ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈ മൈനസ് രണ്ട് മൈനസും അങ്ങ് പോവും, അതുപോലെ I പോവും. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു √2 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ √2 എന്ന് വരും. സോ യു വിൽ ഗെറ്റ് √2/π ഇൻറ്റു sin ഒമേഗ ബൈ ഒമേഗ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇത്രയും ചെയ്താൽ തന്നെ മതി. പക്ഷെ ചിലപ്പോൾ ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരിക. ഷോ ദാറ്റ് Fourier ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഇസ് ഈക്വൽ ടു Fourier ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു ദിസ്. ഈ ഒരു തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനാണെന്ന് ഷോ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്രയും കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഏതായാലും ആ ഒരു ഫോമുല അറിഞ്ഞിരിക്കുക. എന്നിട്ട് അത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു തന്നിരിക്കുന്ന എന്താണോ ഷോ ചെയ്യാനുള്ളത് അവിടത്തേക്ക് എത്തിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ Fourier ട്രാൻസ്ഫോം ഓഫ് f of x is equal to e raised to -ax if x greater than 0 and 0 if x less than 0 and the value of a is always
പോസിറ്റീവ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇ റേസ് ടു മൈനസ് എ എക്സ് ആണ്. എക്സ് ലെസ് ദാൻ സീറോയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ സീറോയും ആണ്. അപ്പോൾ നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? ശരിക്കും ഫംഗ്ഷൻ്റെ വാല്യൂ 1/√, ഈ ഒരു ഇക്വേഷനിൽ ഇൻ്റഗ്രൽ -∞ to ∞ എന്നായിരുന്നു. പക്ഷേ ഇവിടെ 0 തൊട്ടേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിൽ മാത്രമാണ് ഫംഗ്ഷൻ്റെ വാല്യൂ ഉള്ളത്. എക്സ് ലെസ് ദാൻ സീറോയിൽ നെഗറ്റീവ് വാല്യൂയിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ പിന്നെ നമുക്ക് നെഗറ്റീവ് പാർട്ട് നോക്കണ്ട. ഇൻ്റഗ്രൽ 0 to ∞ ഇ റേസ് ടു മൈനസ് എ എക്സ് അതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. ദെൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ഈ നമുക്ക് ഇ റേസ് ടു ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ വരുന്നത് എന്തൊക്കെ വരും? ഇ റേസ് ടു മൈനസ് എ എക്സും ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സും. അപ്പോൾ അതിന് നമുക്ക് ഇ റേസ് ടു മൈനസ് പുറത്തെടുത്താൽ എ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് അങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് ബൈ മൈനസ് എ പ്ലസ് ഐ ഒമേഗ എന്ന് വരും. അതല്ലേ കോൺസ്റ്റൻറ്റ്. ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ് ആർ 0 to ∞. ആൻഡ് അവിടെ അപ്പർ ലിമിറ്റ് ഈ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. നമുക്കറിയാം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. അത് കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 1 ആണ്. അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് 1/√2π ഇൻറ്റു 1/a പ്ലസ് ഐ ഒമേഗ. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to x if 0 less than x less than a and 0 otherwise. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫൈൻഡ് ആയിട്ടുള്ളത് 0 to a എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ വാല്യൂ x ആണ്. മറ്റുള്ളിടത്തെല്ലാം ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലിമിറ്റ് ഇൻ്റഗ്രൽ 0 to a എന്നുള്ള ലിമിറ്റ് എടുത്താൽ മതി. -∞ to ∞ എന്നുള്ളതിന് പകരം ഇവിടെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് 0 to a എടുക്കുക. അപ്പോൾ 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എക്സ്, ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ x ആണ്, എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇപ്പോൾ ഇവിടെയും എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രലാണ് കാണേണ്ടത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. അതുപോലെ അവിടെ ലിമിറ്റ് 0 to a എന്നാണ് ലിമിറ്റ്സ്. ആ ലിമിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫോറിയർ ഇൻ്റഗ്രൽ കാണാം. അപ്പോൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to mod x if -1 less than x less than 1 and 0 otherwise. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ -1 to 1 ഫംഗ്ഷൻ്റെ വാല്യൂ mod x എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്നിടത്തൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യുമ്പോൾ 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1 ഫംഗ്ഷൻ്റെ വാല്യൂ mod x ആണ്. mod x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഈ mod xൻ്റെ വാല്യൂ നമുക്കറിയാം. എന്തായിരുന്നു mod x എന്ന് പറഞ്ഞാൽ? mod x എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ -x ആണ്. എപ്പോൾ? നെഗറ്റീവിൽ അല്ലേ? അതായത് ഇഫ് ഇവിടെ -1 to 0 വരെ, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 അവിടെ വരെ -xഉം എക്സ് ആൻഡ് 0 to 1 അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സും ആയിരിക്കും. മോഡുലസ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് പാർട്ടിൽ -xഉം പോസിറ്റീവ് പാർട്ടിൽ എക്സും. അങ്ങനെയാണല്ലോ നമ്മൾ mod x ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുക? നമുക്ക് ആ ഒരു ഇൻ്റർവെല്ലിനെ -1 to 1 എന്നുള്ള ഇൻ്റർവെല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ആദ്യം -1 to 0. -1 to 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ -x ആയിരിക്കും അല്ലേ? മോഡുലസ് ഓഫ് എക്സ് എന്നുള്ളത് -1 to 1 ഫംഗ്ഷൻ്റെ വാല്യൂ -x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് പിന്നെ 0 to 1 അല്ലേ? -1 to 0 ദെൻ 0 to 1. 0 to 1 ഫംഗ്ഷൻ്റെ വാല്യൂ x ആണ്, x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്
അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇൻറ്റർവലിനെ -1 to 1 എന്നുള്ള ആ ഒരു ഇൻറ്റർവലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. -1 to 0, -1 to 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ -x ആണ്, 0 to 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സും ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് രണ്ട് ഇൻറ്റർവലിൽ രണ്ട് ഡിഫറെൻറ്റ് വാല്യൂ ആയിട്ടൊക്കെയാണ് തരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഇൻറ്റർവലിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് ആയതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് എക്സിന് രണ്ട് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂവിൽ -∞ തൊട്ട് 0 വരെ വരുന്നിടത്ത് മോഡുലസ് വന്നാൽ അതിൻ്റെ നെഗറ്റീവാണ് വരിക. അതുപോലെ 0 to ∞ മോഡുലസ് ഫംഗ്ഷൻ വന്നാൽ അത് അതിൻ്റെ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ ആ രീതിയിൽ -xഉം എക്സുമാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ ചെയ്തതേപോലെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് 1/√2π ഇൻ്റഗ്രൽ. ആദ്യത്തെ ഈ ഒരു ഇൻ്റർവലിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അവിടെ നമ്മൾ ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ -1 to 1 ആണ്, -1 to 0 ആണ് അവിടുത്തെ ലിമിറ്റ് വരിക. പിന്നെ സെക്കൻഡ് ഇൻ്റർവെല്ലിലും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 0 to 1 ആണ് അവിടെ വരുന്ന നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. അപ്പോൾ ആ ലോവർ ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഇവിടെ 1/, അതുപോലെ ഈ ഒരു ഐയുടെ പ്രോപ്പർട്ടിയൊക്കെ I² എന്ന് പറയുന്നിടത്തൊക്കെ -1 I³ വരുമ്പോൾ -i ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടും -1/ω² പ്ലസ് e⁻iω/iω പ്ലസ് e⁻iω/ω² മൈനസ് e⁻iω/iω പ്ലസ് e⁻iω/ω² മൈനസ് 1/ω². അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ആഡ് ചെയ്ത് കൂട്ടി എഴുതുക. അപ്പോൾ -iω² -iω² കൂട്ടി -2/ω² വരും. e⁻iω/iω, അതുപോലെ e⁻iω/iω. അപ്പോൾ ഡിനോമിനേറ്ററിൽ iω വരുന്ന രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ e⁻iω എന്ന് പറഞ്ഞാൽ cos ω പ്ലസ് i sin ω ആണ്. അതുപോലെ ഇത് cos ω മൈനസ് i sin ω ആണ്. അപ്പോൾ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരിക, ഇതാണ് 2i sin ω/iω. അതുപോലെ തന്നെ ഇവിടെ ω² ഡിനോമിനേറ്ററിൽ വരുന്ന രണ്ട് ടേം e⁻iω/ω²ഉം e⁻iω/ω²ഉം. അവിടെ അതേപോലെ തന്നെ വാല്യൂ cos ω പ്ലസ് i sin ω cos ω മൈനസ് i sin ω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്താൽ 2 cos ω/ω² എന്ന് വരും. അപ്പോൾ അതവിടെ എഴുതിയതിന് ശേഷം ക്യാൻസൽ ചെയ്യാനുള്ള, ഇവിടെയൊക്കെ ന്യൂമറേറ്ററിൽ എല്ലാത്തിലും 2 ഉണ്ട്. ആ 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഡിനോമിനേറ്ററിലുള്ള √2 ആയിട്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിൽ √2 വരും. √2/√2π എന്നാണ് വരിക. പിന്നെ ഡിനോമിനേറ്റർ ഇവിടെ ω², ഇവിടെ ω², ഇവിടെ iω ആണ്. അപ്പോൾ ω² എന്നുള്ളത് LCM ആയിട്ട് എടുക്കുക. ഇവിടുത്തെ i ക്യാൻസലായിട്ട് പോകും കേട്ടോ, iയും ക്യാൻസലായിട്ട് പോകും. അപ്പോൾ ω² LCM ആയിട്ട് എടുത്ത് ആഡ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ω sin ω പ്ലസ് cos ω മൈനസ് 1/ω² ബ്രാക്കറ്റിനകത്ത് വരും. ഓക്കെ, അതുപോലെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഫൈൻഡ് ദ Fourier ട്രാൻസ്ഫോം ഓഫ് f of x is equal to 1 minus x² if mod x less than 1 and 0 if mod x greater than 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ -1 to 1. -1 to 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 മൈനസ് x² ആണ്. പിന്നെ mod x ഗ്രേറ്റർ ദാൻ 1 അല്ല, അതായത് ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് -1 to 1 എന്നാണ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റൽ F of x which is equal to f cap of ω which is equal to 1/√2π into integral -∞ to ∞ ഉള്ളത് -1 to 1 കൊടുക്കുക. ഫംഗ്ഷൻ്റെ വാല്യൂ 1 മൈനസ് x² ഇൻറ്റു e⁻iωx
dx. ഓക്കെ, അപ്പോൾ 1/√2π ഇൻറ്റു ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നോക്കൂ. ഫസ്റ്റ് ഫംഗ്ഷൻ 1 - x² ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e⁻⁻⁰x/-iω മൈനസ് ഇത് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിലുള്ള ആ ഒരു അതിൻ്റെ തന്നെ ജനറലൈസ്ഡ് ഫോമുല ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ 1 - x²ഉം ഇവിടുത്തെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് നമ്മളെടുത്ത് e⁻⁻⁰x. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ, പിന്നെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ്, പിന്നെ നമ്മൾ എന്താ ചെയ്യാറ്, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് 1 - x² ഡെറിവേറ്റീവ് -2x ഇൻറ്റു പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ e⁻⁻⁰x/-iω അതിൻ്റെ ഇൻ്റഗ്രലാണ് അടുത്ത് എഴുതേണ്ടത്. അപ്പോൾ e⁻⁻⁻x/-iω പിന്നെ ഒരു -iω കൂടെ വരും അല്ലേ. അപ്പോൾ -iω² പ്ലസ് പിന്നെന്ത് അടുത്തത് ഈ രണ്ടാമത്തെ ഈ ഒരു -2x ഡെറിവേറ്റീവാണ് വീണ്ടും എഴുതുന്നത്. അപ്പോൾ -2 എന്ന് വരും. പിന്നെയോ ഇൻ്റഗ്രൽ എടുക്കുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ e⁻⁻⁻x/-iω² അതിൻ്റെ ഇൻ്റഗ്രൽ ഇപ്പോൾ e⁻⁻⁻x/-iω³ എന്ന് വരും. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഫങ്ഷൻസ് ഇൻ്റഗ്രേഷൻ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ജനറലൈസ്ഡ് ഫോമുല. അപ്പോൾ ഇങ്ങനെ എക്സിൻ്റെ പവറുകളൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് ഓരോന്നിലും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അങ്ങനെ ഓരോ സ്റ്റെപ്പിലായിട്ട് ആ ഫോമുല ചെയ്ത് വരുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് വരും. ഇതാവുമ്പോൾ നമുക്ക് ജനറലൈസ്ഡ് ഫോമുല യൂസ് ചെയ്താൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ മുമ്പ് കഴിഞ്ഞ സെമസ്റ്ററിലും ഒക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ, ദെൻ ഓൾട്ടർനേറ്റീവ്ലി പ്ലസ് ആൻഡ് മൈനസ് ആണ്, അപ്പോൾ അടുത്തതിൽ മൈനസ്, പിന്നെ ഈ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവാണ് എഴുതേണ്ടത് -2x, പിന്നെ ഈ രണ്ടാമത് തന്നിരിക്കുന്ന ആദ്യത്തെ e⁻⁻⁻x/-iω അതിൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പോൾ ഒരു iω കൂടി ഡിനോമിനേറ്ററിൽ എക്സ്ട്രാ വരും, കാരണം ആദ്യം ഒരു iω കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു -iω വരും. അപ്പോൾ e⁻⁻⁻x/-iω², ദെൻ പ്ലസ് പിന്നെ ഈ ഒരു ഫംഗ്ഷൻ ഇതിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് -2, പിന്നെ e⁻⁻⁻x/-iω² അതിൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പോൾ e⁻⁻⁻x/-iω³ ഇനി അടുത്തതിൽ എന്താ അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ വരിക, അടുത്തത് മൈനസ് ആയിരിക്കും വരിക, പിന്നെ ഈ -2ൻ്റെ ഡെറിവേറ്റീവാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ -2ൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. അപ്പോൾ അടുത്ത ടേം അങ്ങ് 0 ആയിട്ട് പോകും. അപ്പോൾ കോൺസ്റ്റൻ്റ് കിട്ടുന്നത് വരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് -1 to 1 ആണ്, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1 - x² എന്നുള്ള ടേം 1 - 1 വരുമ്പോൾ അതങ്ങ് 0 ആയിട്ട് പോവും. പിന്നെ വരുന്നത് ഇവിടെയാണ്, അവിടെ മൈനസ് പ്ലസ് ഉണ്ട്, പിന്നെ 2x e⁻⁻⁻x/-iω² എന്ന് പറയുമ്പം i²ഉം ω², i² -1 ആണ്, അപ്പോൾ വീണ്ടും മൈനസ് വരും. അപ്പോൾ -2 e⁻⁻⁻ പിന്നെ രണ്ടാമത്തെ ഈ ഒരു ലാസ്റ്റ് ടേമിന് 1 കൊടുക്കുമ്പോൾ -2 e⁻⁻⁻ ഉണ്ട്, അപ്പോൾ -i³ ω³, അപ്പോൾ ഇവിടെ -i അവിടെ വരും. സോ -2 e⁻⁻⁻⁰iω³ എന്ന് വരും. പിന്നെ അതുപോലെ തന്നെ ലോവർ ലിമിറ്റ് -1 ആണ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴും ആദ്യത്തെ ഈ ഒരു ടേമിൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 -1ൻ്റെ സ്ക്വയർ 1 തന്നെ ആയതുകൊണ്ട് 1 - 1 0 ആയിട്ട് പോവും. പിന്നെ ബാക്കി രണ്ട് ടേമും ഇങ്ങനെ കിട്ടും. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞ പോലെ e⁻⁻ എന്നുള്ളിടത്ത് cos ω + i sin ω-യും e⁻⁻⁻ക്ക് cos ω - i sin ω-യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡിനോമിനേറ്റർ സെയിം വരുന്നതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് 1/√2π -4 cos ω/ω² പ്ലസ് 4 sin ω/ω³. അപ്പോൾ ഇവിടെ ω² ω³ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അവിടെ
നമുക്ക് ഒമേഗ ക്യൂബിനെ LCM ആയിട്ട് എടുക്കാം. അപ്പോൾ യു വിൽ ഗെറ്റ് അതുപോലെ 4 കോൺസ്റ്റൻ്റ് അത് പുറത്തെടുത്തു. 4 / omega cube √2π പുറത്തു വന്നു. യു വിൽ ഗെറ്റ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ് sin omega മൈനസ് ഒമേഗ കോസ് ഒമേഗ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു പാർട്ട് കൂടെ ഉണ്ടായിരുന്നു. നോക്കൂ, ഹെൻസ് ഇവാലുവേറ്റ് integral 0 to infinity x cos x minus sin x by x cube cos x by 2 dx. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇൻ്റഗ്രലിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫോറിയർ ട്രാൻസ്ഫോം ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക, അത് ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 / omega cube √2π sin omega മൈനസ് ഒമേഗ കോസ് ഒമേഗ. അപ്പോൾ ഇവിടെ ഏകദേശം എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ് എന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന f(x) നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) കിട്ടി. ഇതിൽ നിന്ന് തിരിച്ച് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കിട്ടിയാൽ ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരുന്നു കാണാനുള്ള ഫോർമുല? f(x) = 1/√2π integral -∞ to ∞. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന f(omega) × e⁻⁰ dω അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇവിടെ 4 ന്യൂമറേറ്ററിൽ 4 ഉണ്ട്, അതുപോലെ തന്നെ ഒരു √2π ഡിനോമിനേറ്ററിൽ 2 തവണ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2π വരും. 4ഉം 2πയും 4ഉം 2ഉം ക്യാൻസൽ ചെയ്യുക, അപ്പോൾ 2/π എന്ന് വരും അല്ലേ. അപ്പോൾ 2/π കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഇങ്ങ് പുറത്തെടുത്തു. ബാക്കി വരുന്നത് എന്താണ്, ഇൻ്റഗ്രൽ -∞ to ∞ sin omega മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു e⁻⁰x ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കോസ് ഒമേഗ എക്സ് പ്ലസ് i sin omega x dω എന്ന് എഴുതാം അല്ലേ. e⁻θയ്ക്ക് കോസ് തീറ്റ പ്ലസ് i sin തീറ്റയാണ്. ഇവിടെ അപ്പോൾ തീറ്റ എന്നുള്ളിടത്ത് ഒമേഗ എക്സ് ആണ്. സോ കോസ് ഒമേഗ എക്സ് പ്ലസ് i sin omega x dω. അപ്പോൾ ഇതെന്താണ്, f(x) ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മാത്രം കിട്ടാൻ ഈ പുറത്തുള്ള 2/π അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ π/2 ഇൻറ്റു f(x) എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ cos ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് i sin omega x dω = π/2 ഇൻറ്റു f(x). ഇത്ര എഴുതാം. ഇനി നോക്കൂ, നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇൻ്റഗ്രൽ 0 to ∞ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുള്ളത് -∞ to ∞ ആണ്. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫംഗ്ഷൻ്റെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്ത് കോസ് ഒമേഗ എക്സ് പ്ലസ് i sin omega x എന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഈ ഒരു ബ്രാക്കറ്റിനെ നമ്മൾ കോസ് ഒമേഗ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ പ്ലസ് i ഇൻറ്റു സൈൻ ഒമേഗ എക്സ് കൊണ്ട്. അപ്പോൾ i വരുന്ന ആ പാർട്ട് ഇമാജിനറി പാർട്ടാണ് അല്ലേ. i വരുന്നത് ഇമാജിനറി പാർട്ടാണ്. പക്ഷേ ഈ ഒരു റൈറ്റ് സൈഡിൽ π/2 ഇൻറ്റു f(x) എന്നേ ഉള്ളൂ. π/2 ഇൻറ്റു f(x) നമുക്കറിയാമല്ലോ 1 - x² ആണ്. അപ്പോൾ അത് റിയൽ പാർട്ടാണ്. π/2 ഇൻറ്റു f(x) എന്ന് പറയുന്നത് വെറും റിയൽ നമ്പറാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇമാജിനറി പാർട്ടിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലെയും റിയൽ പാർട്ട് മാത്രം എടുക്കാം അല്ലേ. ഈ ഇമാജിനറി പാർട്ട് ഉള്ളത് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഇമാജിനറി പാർട്ട് 0 അല്ലേ. അപ്പോൾ ആ പാർട്ട് 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ ഒരു ഇമാജിനറി പാർട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ റിയൽ പാർട്ട് മാത്രം, അതായത് ഇൻ്റഗ്രൽ sin omega മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് dω which will be equal to π/2 f(x). അതുപോലെ തന്നെ അവിടെ നമ്മൾ വേറൊരു പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ -∞ to ∞ f(x) dx എന്നുള്ളതിനെ നമുക്ക് 2 times 0 to ∞ എന്ന് എഴുതാം
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇവിടെ ന്യൂമറേറ്ററിൽ സൈൻ ഒമേഗ മൈനസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? സൈൻ, നമുക്കറിയാം സൈൻ ഫംഗ്ഷൻ എപ്പോഴും ഓഡാണ് അല്ലേ? സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ ഇത് ഓഡ് ഫംഗ്ഷൻ. അതുപോലെ ഈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എന്ന് പറയുമ്പോൾ കോസ് ഈവൺ ആണ്. കോസ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയാണ്. അതുകൊണ്ട് കോസ് ഈവൺ ഫംഗ്ഷൻ ആണ്. പക്ഷേ അതിൻ്റെ കൂടെയുള്ള ഈ ഒമേഗ എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ഓഡാണ് അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ഓഡ് ഫംഗ്ഷനും ഒരു ഈവൺ ഫംഗ്ഷനൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഈ ന്യൂമറേറ്ററിലുള്ളത് രണ്ടും ഓഡാണ്. അതുപോലെ ഡിനോമിനേറ്ററിൽ ഒമേഗ ക്യൂബാണ്. അപ്പോൾ ഒമേഗ ക്യൂബ് എന്നുള്ളതും ഓഡ് ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ രണ്ട് ഓഡ് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ എന്നുള്ളൊരു ഫംഗ്ഷനും അതുപോലെ 1/ഒമേഗ ക്യൂബ് എന്നുള്ളൊരു ഫംഗ്ഷനും, അങ്ങനെ രണ്ട് ഓഡ് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആകുമ്പോൾ അതൊരു ഈവൺ ഫംഗ്ഷനായി. അപ്പോൾ ഈവൺ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതിന് 2 times 0 to ∞ എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഈ ഇവിടെയുള്ള -∞ to ∞ 2 times 0 to ∞ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 times 0 to ∞ സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ 2നെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ π/4 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ π/4 ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 1 - x² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സംഭവം നോക്കൂ. ഇൻ്റഗ്രൽ 0 to ∞ സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാണ്. നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഒന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിടത്ത് ഇവിടെയൊക്കെ എക്സ് ആണ്. എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ് കോസ് x/2 dx ആണ്. അപ്പോൾ നമുക്ക് ആ ഒമേഗയും എക്സും ജസ്റ്റ് ഇവിടെ ഡി എക്സ് ആണ്, മറ്റിടത്ത് ഡി ഒമേഗയാണ്. അപ്പോൾ ജസ്റ്റ് ഒമേഗയ്ക്ക് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടും. പിന്നെ ഇവിടെ കോസ് x/2 എന്ന് പറഞ്ഞൊരു ടേമാണുള്ളത്. പക്ഷെ നമുക്ക് നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് കോസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞൊരു ടേമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? കണ്ടോ, ഇവിടെ കോസ് ഒമേഗ എക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ എക്സിന് നമുക്ക് കിട്ടേണ്ട /2 ആയിരുന്നു. അപ്പോൾ എക്സിന് 1/2 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ കോസ് ഒമേഗ എക്സ് എന്നുള്ളത് കോസ് ഒമേഗ/2 എന്നാവും ആദ്യം. അപ്പോൾ പിന്നെ നമുക്ക് ആ ഭാഗത്തുള്ള /2 അവിടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സിന് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അതിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇൻ്റഗ്രലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കോസ് x/2 എന്നുള്ള ടേമാണ്. ഇവിടെ കോസ് ഒമേഗ എക്സ് എന്നുള്ള ഒരു ടേമാണുള്ളത്. അപ്പോൾ നമ്മൾ /2 വരാൻ വേണ്ടിയിട്ടാണ് എക്സിന് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. So you will get integral 0 to ∞ sin omega minus omega cos omega by omega cube into cos omega/2 d omega. Xന് 1/2 കൊടുത്തു. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലും എക്സിന് 1/2 കൊടുക്കണം. സോ യു വിൽ ഗെറ്റ് π/4 ഇൻറ്റു 1 മൈനസ് 1/2ൻ്റെ സ്ക്വയർ, അതായത് 1/4. അപ്പോൾ 1 മൈനസ് π/4 എന്ന് പറഞ്ഞാൽ 3/4 കിട്ടും. സോ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 3π/16. അപ്പോൾ നമ്മൾ നോക്കുക, ഇനിയിപ്പോൾ പ്രൂവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്ന അതേ സംഭവം തന്നെയാണ്. നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ അതേ സംഭവമാണ്. പക്ഷേ അവിടെ ഇതെല്ലാം എക്സ് ആയിരുന്നു തന്നിരുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എവിടെ ഒമേഗ ഉള്ളിടത്തൊക്കെ അവിടെ എക്സ് ആണ്. ഈ വിത്ത് റെസ്പെക്ട് ടു എക്സിലുമാണ് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെയും x³ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ഒരു വേരിയബിൾ അങ്ങ് ഒമേഗ എന്നുള്ള വേരിയബിളിന് പകരം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ എക്സ് ഒമേഗ ഉള്ളിടത്തൊക്കെ എക്സ് കൊടുത്തു. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to ∞ എക്സ് കോസ് എക്സ്, ഈ ഒമേഗ കോസ് ഒമേഗ എന്നുള്ളിടത്ത് എന്തായി? എക്സ് കോസ് എക്സ് വരും. അതുപോലെ മൈനസ് സൈൻ എക്സ് ബൈ x³ കോസ് x/2 dx. അപ്പോൾ ഇവിടെ ഒരു മൈനസ് നെഗറ്റീവ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ നെഗറ്റീവും കൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് അങ്ങ് ട്രാൻസ്പോസ് ചെയ്ത് കൊടുത്തതാണ്. കാരണം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളിടത്ത് എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. നമുക്ക് കിട്ടിയത് സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗയാണ്. അപ്പോൾ ജസ്റ്റ് ആ നെഗറ്റീവ് പുറത്തെടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്തു. നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അവിടേക്കല്ലേ എത്തിക്കാം. സോ മൈനസ് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുത്തു. മൈനസ്
3π/16. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ആദ്യം ഒരു ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞ് അത് വെച്ച് ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോറിയർ ട്രാൻസ്ഫോം ആദ്യം കാണുക, എന്നിട്ട് അതിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ നമുക്ക് കിട്ടേണ്ടത് ഏതാണോ അതിലേക്ക് അങ്ങ് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ ചിലപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്ത് നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അവിടേക്ക് അങ്ങ് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇനി ഫോറിയർ ട്രാൻസ്ഫോം കാണാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ബൈ.